ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഞങ്ങൾ എന്താ പറയുക, രാവിലെ എന്താ പറയുക, സുപ്രഭാതം. ഈ സുപ്രഭാതം അച്ഛൻ ചായ കുടിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് പ്രേക്ഷകരെ. എനിക്ക് ചായ ഉണ്ട്, ചായ ഞാനും കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് കുടിക്കാം. അങ്ങനെ നമ്മൾ ചായ എടുത്തിരിക്കുകയാണ്. ഞാനും അച്ഛനും കൂടെ ചായ കുടിക്കുന്നു. സുപ്രഭാതം. ഈ സുപ്രഭാതം ഞാനും അച്ഛനും കൂടെ ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ് വിത്ത് കട്ടൻ ചായ. ഞാൻ ഒറ്റയ്ക്കായിരിക്കാണ്, കാരണം അച്ഛൻ എന്നെ വിട്ടുപോയി. ആകെ ചായ കുടിച്ചോണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് ചായ കുടിച്ചേനെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ സമയം കളഞ്ഞത്. അപ്പം അതിനു വേണ്ടി ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം ഞാൻ എൻ്റെ ചായ ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടായി. അപ്പം ഞാൻ നേരെ ഗ്ലാസ് വെച്ചിട്ട് വരാം. അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷൂ ഇടണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷൂ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇറങ്ങാൻ പോകുകയാണ്. വണ്ടി എന്ത് ചെയ്യാ? വണ്ടി എന്ത് ചെയ്യാ? വണ്ടി വൈപ്പറിലെ വെള്ളം നിറയ്ക്കാണ്. പക്ഷേ വൈപ്പറിലെ വെള്ളം നിറയ്ക്കാണ്. അപ്പൊ അച്ഛ വണ്ടി എടുത്തോളൂ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായിരിക്കാണ്. ഈ യാത്രയ്ക്ക് അച്ഛനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ യാത്ര ഒരു 1.5 യാത്രയാണ്. ഈ യാത്രയെ പറ്റി പറഞ്ഞാൽ വളരെ നല്ലൊരു യാത്രയാണ്. വളരെ നല്ല യാത്ര എന്ന് ഉദ്ദേശിച്ചത് യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഈ ചൂട് കാണാനില്ലേ, അവിടെ വന്നേരാ. പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ വെറും ചെറിയ കടികൾ മാത്രം, വലിയ കടികൾ തീരെയല്ല, ഫുള്ള് ചെറിയ കടികളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അല്ലേ? പ്രേക്ഷകരെ, നമ്മൾ കൊറേ നേരെ വണ്ടിയും എടുത്ത് പോയി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഒരു ചായപ്പീടിക പോലും കിട്ടിയിട്ടില്ല. അതോടൊപ്പം ഹൈവേ കൂടെ വന്നതുകൊണ്ട് പിന്നെ തീരെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? ഞങ്ങൾക്ക് അതൊരു ഹോട്ടല് കിട്ടി, പക്ഷെ അതാണെങ്കിലോ പിന്നെ ഒന്നും കൂടെ കണ്ടില്ല. നമ്മള് കൂട്ടിയതായിരുന്നു, ചെറിയ കടീനല്ലായിരുന്നു. നല്ല ഹൈവേ അല്ലേ ഇത്? ഇനി ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും, പോയെ പെട്ടെന്ന് എത്തും. അങ്ങനെ തപ്പി നമുക്കൊരു ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഫുഡ് പേര് അതാണ്, ഹോട്ടലിന്റെ പേര്. നമ്മളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷകരെ, നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം എനിക്ക് കുഞ്ഞൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ നമ്മുടെ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെ, ഈ ഗസ്റ്റ് ഓരോരോ സമയത്ത് ഒളിച്ചൊളിച്ചിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഗസ്റ്റിനെ കാണിച്ചു തരാം. ഇതാണ് ഗസ്റ്റ്. ഇത് സായന്തേട്ടനാണ്. സായന്തേട്ടൻ ആരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ എൻ്റെ അമ്മയുടെ എത്രാമത്തെ അനിയത്തി? ആദ്യത്തെ അനിയത്തിയല്ലേ? അങ്ങനെ എന്താ പറയുക, ഏറ്റവും ഇളയതല്ല, ഒരു അമ്മേൻ്റെ അനിയത്തിയുടെ മോനാണ്. ഇളയ അനിയത്തിയുടെ അല്ല, മിഡിൽ അനിയത്തിയുടെ മോനാണ് സായന്തേട്ടൻ. അപ്പോൾ സായന്തേട്ടൻ നമ്മളുടെ കൂടെ ഈ ട്രിപ്പിനുണ്ട്. വേറെന്താ പറയണ്ടേ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ചെന്ന് ഇവിടുന്ന് കഴിക്കണേ. ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷേ അടിപൊളി പറഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. എല്ലാവരും വന്ന് ഇവിടുന്ന് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിനി തിരിച്ച് നമ്മളുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പോകുകയാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ പ്രേക്ഷകരെ, നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്.
നമ്മളുടെ ബാക്കിൽ നിൽക്കുന്നതാണ് ലളിത കലാ അക്കാദമി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് തൃശ്ശൂർ വന്നിരിക്കുന്നത്. അപ്പം ഞാനിനി പറഞ്ഞുതരാം എന്തിനാണ് ഞാൻ തൃശ്ശൂരിൽ വന്നതെന്ന് വെച്ചാൽ, തൃശ്ശൂരിൽ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പാടിയ ഒരു സിനിമയുടെ സോങ് ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. മൂവിയുടെ പേരാണ് ആകാശവാദ്യം എന്നാണ് സിനിമയുടെ പേര്. ആ മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ലോഞ്ചിങ്ങിനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ കാര്യത്തിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമല്ല, അത് നമ്മൾ പോയ സ്ഥലം. ആ സ്ഥലം തെറ്റാണ്. ഇതാണ് നമ്മളുടെ കലാലളിത അക്കാദമി. എന്ത് വേണമെങ്കിലും പറയാം. നമ്മളുടെ പ്രോഗ്രാം എവിടെയാണ് നടക്കുന്നത്, ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ പരിപാടിയില്ലെന്ന് കൂടെ നോക്കണം. ഇതൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ, എനിക്കൊരു പിടിയില്ല. പക്ഷെ നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പ്രേക്ഷകരെ ഇവിടെ ഷോർട്ട് ബ്രേക്കിലാണ്. ഇതാണ് നമ്മളുടെ സ്റ്റേജ് കേട്ടോ. ഇത് മറ്റേ ടാലൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടറിനെ വീണ്ടും കാണുന്നത്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നമ്മളെ വിവേകേട്ടനും ഉണ്ട് നമ്മളെ കൂടെ. വിവേകേട്ടൻ അറിയാം. അപ്പത്തേക്ക് മ്യൂസിക് ഡയറക്ടർ പാടി കഴിഞ്ഞ് ഇനി മ്യൂസിക് ഡയറക്ടർ അടുത്ത പാട്ട് വരുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ഭയങ്കര എഴുത്തിലാണ് നമ്മളുടെ വിവേകേട്ടൻ. മറന്നില്ല അല്ലേ? അപ്പൊ ഇനി ഇവിടെ ഷോർട്ട് ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്കിലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടികളൊക്കെ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ സ്റ്റേജ് മൊത്തം. ഈ ഒരു മൂലക്കല്ല് വന്നാൽ നമ്മളുടെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ കണ്ടിട്ടില്ല, കുറച്ചു കൂട്ടിയുള്ള പരിപാടി ഞങ്ങൾ കണ്ടു. അച്ഛനെന്താണ് അടുത്ത ഡാൻസായി പ്രേക്ഷകരെ അടുത്ത ഡാൻസ് തുടങ്ങിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കുട്ടികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ലഞ്ച് ബ്രേക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ വന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കുട്ടികളൊക്കെ നിരന്ന് നിൽക്കുകയാണ്. ബാക്കി എനിക്ക് തോന്നുന്നത് ഇനി നമ്മളുടെ ഓഡിയോ ലോഞ്ച് തുടങ്ങുന്നതായിരിക്കും. ഇത് എനിക്കിതെന്തിനാ അറിഞ്ഞൂടാ, കാരണം ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ തന്നെ തുടങ്ങുന്നതായിരിക്കും. സെറമണിയിലേക്ക് നമ്മൾ പോവാണ്. സജിൻ ജോണി സാറിന്റെ അമ്മയും സംഗീത അധ്യാപികയുമായിട്ടുള്ള സിസ്ലി PG മാം. ഹോസ്റ്റൽ സിസ്റ്റത്തിലുണ്ട്, മറ്റൊക്കെ ലോണായിട്ട് എടുക്കുന്നുണ്ട്. ഈ പാട്ട് എനിക്കൊരു സ്പെഷ്യലാണ്. ഓൾറെഡി എരക്കിലൊരു ഫസ്റ്റ് സോങ് എരക്കിലാണ് ചെയ്തത്. അവർ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. റിച്ചൂട്ടൻ അടിപൊളിയായിട്ട് പാടി വെച്ചിട്ടുണ്ട് സോങ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പി. എന്തായാലും വിഷ്വൽ കാണിക്കാൻ പോലെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പാടാം. ഒരുപാട് സന്തോഷം ഞാൻ ഈ ഫിലിമിൽ പാടാൻ ചാൻസ് തന്നതിന് വിവേകേട്ടനും ഒരുപാട് താങ്ക് യു. നല്ലൊരു കൈയ്യോടെ നമുക്ക് ആകാശവാതിൽ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച്. എല്ലാവർക്കും ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിഷസ്. ഒപ്പം പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടായില്ലേ? നല്ലൊരു കൈയ്യടി കൊടുക്കട്ടെ. ഞങ്ങൾ ഇറങ്ങാൻ പോകുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പാട്ടിന് ഫുള്ള് ഇടാനാവില്ല, കാരണം ഇത് വീഡിയോ ഇറങ്ങുന്നതായിരിക്കും. കുറച്ച് ഇട്ടുള്ളൂ, ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. പക്ഷേ നമ്മളുടെ ഓഡിയോ ലോഞ്ചിങ് കഴിഞ്ഞു. പാട്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം എനിക്കത് ഫുള്ള് റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ സ്പോയിലൊന്നും ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. ദയവേത് എല്ലാവരും ക്ഷമിക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെന്ന് കാണാം. പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. പക്ഷെ ഒരാഴ്ച കഴിയുന്ന മാത്രമേ ഉള്ളൂ പ്രശ്നം. അത് ലിങ്ക് ഇറങ്ങിയപാട് തന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെന്ന് കാണണേ. നമുക്ക് നേരെ ചെല്ലാണ് കോഴിക്കോട് ഒരു കുഞ്ഞു പരിപാടിയും കൂടെ ഉണ്ട്. ആ പരിപാടി കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ പോകുള്ളൂ.
സമയമായിരിക്കാണ് 4:25. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഇവരാരും കഴിച്ചില്ല. 4:25 ഇതുവരെയായിട്ട് ആരും കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അച്ഛൻ ഇവിടെ മെനു നോക്കുകയാണ്. ഇവിടെ മെനു നോക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ബാക്കി 3 പേരും കയ്യൊക്കെ അതാ വരുന്ന. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ സ്വന്തം നാട്ടിൽ പരങ്ങളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ചെന്നു, ജസ്റ്റ് ഒരു 3 പാട്ട് ഞാൻ പാടി, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ നേരത്തെ ഇനിയും നിങ്ങൾക്ക് വ്ളോഗ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതോടൊപ്പം നിങ്ങളെല്ലാവരും ചെന്ന് ആകാശവാദിൽ എന്ന സിനിമ എല്ലാവരും ചെന്ന് കാണുക. അതിൻ്റെ പാട്ട് ഇനി ഒരു ആഴ്ച കഴിഞ്ഞാൽ റിലീസ് ആവുന്നതായിരിക്കും. എല്ലാവരും ചെന്ന് കാണണം. ഞാനതിൻ്റെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലല്ല കമൻറ്റ് ബോക്സിലിടാം. കാരണം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയെങ്കിലും കഴിയും അത് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.